എല്ലാവർക്കും കഥ ഇഷ്ടമായതുകൊണ്ട് കഥയിലൂടെ ഒരു കാര്യം പറയാം. പണ്ടൊരു ചേട്ടൻ ധ്യാനം കൂടാൻ പോയി. ഇന്നത്തെ പോലെ ആഡംബര വണ്ടിയിലോ അല്ലെങ്കിൽ വലിയ സൂട്ട് കേസോ ബാഗോ ഇട്ടൊന്നും അല്ല അദ്ദേഹം പോയത്. ഒരു കൈലിമുണ്ടും ഒരു തോർത്തും ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ച് ലൈൻ ബസ്സിൽ കയറി അദ്ദേഹം പോട്ട ആശ്രമത്തിൽ പോയി. ധ്യാനം കൂടാൻ പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുടുംബ വഴക്ക് ഒഴിവാക്കണം, മദ്യപാനം ഒഴിവാക്കണം. അപ്പം ഇദ്ദേഹം മാനസാന്തരപ്പെട്ട് ഇത് രണ്ടും ഒഴിവാക്കി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഭാര്യ ഇരിക്കുന്നു. പ്രതീക്ഷയൊന്നും തെറ്റിക്കാതെ അദ്ദേഹവും തിരിച്ചെത്തി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും വീട്ടിലത്തെ വഴക്കിനൊന്നും കുറവില്ല. കാരണം അന്നത്തെ വഴക്കൊക്കെ പുറത്തേക്ക് കേൾക്കും. ഇന്നത്തെ വഴക്കാണല്ലോ ന്യൂജൻ വഴക്ക്, അത് ഉള്ളിൻ്റെ ഉള്ളിലാലോ. അപ്പൊ വെയിലിക്ക് നിന്നൊരു വെല്ലുമ്മ വിളിച്ചു ചോദിച്ചു, എടാ നീ ധ്യാനം കൂടി വന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോടാ, നീ മാനസാന്തരപ്പെട്ടില്ലേടാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രം മാനസാന്തരപ്പെട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല, എൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിയും മാനസാന്തരപ്പെടണമെന്ന്. ഇതിൻ്റെ കഥയുടെ പൊരുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യക്തികളും പറയാറുണ്ട്, ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്, എന്നിൽ വളരെ പോസിറ്റീവ് എനർജി ഉണ്ട്, പക്ഷേ എൻ്റെ കൂടെ ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്നവർ വളരെ നെഗറ്റീവ് ആയതുകൊണ്ട് ഞാനും പതുക്കെ പതുക്കെ നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നു എന്ന്. നമ്മൾ വളരെ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കുക. പോസിറ്റീവ് എനർജി ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഗ്രാജുവലി ആ വ്യക്തിയും പോസിറ്റീവായിട്ട് മാറും. എല്ലാവർക്കും കഥ ഇഷ്ടമായതുകൊണ്ട് കഥയിലൂടെ ഒരു കാര്യം പറയാം. പണ്ടൊരു ചേട്ടൻ ധ്യാനം കൂടാൻ പോയി. ഇന്നത്തെ പോലെ ആഡംബര വണ്ടിയിലോ അല്ലെങ്കിൽ വലിയ സൂട്ട് കേസോ ബാഗോ ഇട്ടൊന്നും അല്ല അദ്ദേഹം പോയത്. ഒരു കൈലിമുണ്ടും ഒരു തോർത്തും ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ച് ലൈൻ ബസ്സിൽ കയറി അദ്ദേഹം പോട്ട ആശ്രമത്തിൽ പോയി. ധ്യാനം കൂടാൻ പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുടുംബ വഴക്ക് ഒഴിവാക്കണം, മദ്യപാനം ഒഴിവാക്കണം. അപ്പം ഇദ്ദേഹം മാനസാന്തരപ്പെട്ട് ഇത് രണ്ടും ഒഴിവാക്കി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഭാര്യ ഇരിക്കുന്നു. പ്രതീക്ഷയൊന്നും തെറ്റിക്കാതെ അദ്ദേഹവും തിരിച്ചെത്തി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും വീട്ടിലത്തെ വഴക്കിനൊന്നും കുറവില്ല. കാരണം അന്നത്തെ വഴക്കൊക്കെ പുറത്തേക്ക് കേൾക്കും. ഇന്നത്തെ വഴക്കാണല്ലോ ന്യൂജൻ വഴക്ക്, അത് ഉള്ളിൻ്റെ ഉള്ളിലാലോ. അപ്പൊ വെയിലിക്ക് നിന്നൊരു വെല്ലുമ്മ വിളിച്ചു ചോദിച്ചു, എടാ നീ ധ്യാനം കൂടി വന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോടാ, നീ മാനസാന്തരപ്പെട്ടില്ലേടാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രം മാനസാന്തരപ്പെട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല, എൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിയും മാനസാന്തരപ്പെടണമെന്ന്. ഇതിൻ്റെ കഥയുടെ പൊരുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യക്തികളും പറയാറുണ്ട്, ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്, എന്നിൽ വളരെ പോസിറ്റീവ് എനർജി ഉണ്ട്, പക്ഷേ എൻ്റെ കൂടെ ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്നവർ വളരെ നെഗറ്റീവ് ആയതുകൊണ്ട് ഞാനും പതുക്കെ പതുക്കെ നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നു എന്ന്. നമ്മൾ വളരെ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കുക. പോസിറ്റീവ് എനർജി ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഗ്രാജുവലി ആ വ്യക്തിയും പോസിറ്റീവായിട്ട്